നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യമൻ സൊമാലിയ തീരങ്ങളിൽ 2 ചരക്കു കപ്പലുകൾ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചി. ബന്ദികളാക്കിയവരിൽ 22 ഇന്ത്യക്കാർ. ഏദൻ ഉൾക്കടലിൽ നിന്നുള്ള 6 കടൽക്കൊള്ളക്കാരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് അധികൃതർ. ബന്ദികളായവർ സുരക്ഷിതരെന്ന് ഡയറക്ടറേറ്റ് ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. യുദ്ധ സാഹചര്യത്തെ തുടർന്ന് പ്രഖ്യാപിച്ച പ്രത്യേക വിസ ഇളവുകൾ അവസാനിപ്പിച്ച് കുവൈറ്റ്. സെപ്റ്റംബർ 1 മുതൽ പുനഃസ്ഥാപിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം പരിമിതപ്പെടുത്തുന്ന നിയമങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങി UAE. തീരുമാനം രാജ്യത്ത് 50 കുട്ടികളിൽ ഒരാൾ വീതം ഡിജിറ്റൽ ഐഡന്റിറ്റി മോഷണത്തിന് ഇരയാകുന്നുണ്ടെന്ന സൈബർ സെക്യൂരിറ്റി കൗൺസിലിന്റെ കണ്ടെത്തലിന് പിന്നാലെ. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കിടെ കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഷേദാസ് ഭട്ടി ഗ്രൂപ്പ് സ്ഫോടനം നടത്താൻ ഗൂഢാലോചന നടത്തിയതായി റിപ്പോർട്ട്. യുവാക്കളെ റിക്രൂട്ട് ചെയ്തത് സോഷ്യൽ മീഡിയ വഴിയെന്ന് കണ്ടെത്തൽ. ഷേസാദ് ഭട്ടി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട നിരവധി അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളുടെയും പ്രതിരോധ സ്ഥാപനങ്ങളുടെയും ദൃശ്യങ്ങൾ പകർത്തി പാകിസ്ഥാനിലേക്ക് അയച്ചുവെന്ന് അന്വേഷണ ഏജൻസികൾ. ദേവസ്വം ക്ഷേത്രങ്ങളിലെ സ്വർണത്തിന്റെ കണക്ക് ഡിജിറ്റലൈസ് ചെയ്യണമെന്ന് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകി ദേവസ്വം സെക്രട്ടറി. സ്വർണം സ്വീകരിക്കുമ്പോഴും സ്ട്രോങ് റൂമിലേക്ക് മാറ്റുമ്പോഴും ഡിജിറ്റൽ രേഖ ഉണ്ടാകണം. സ്വർണം പൂശാനും പൊതിയാനും പുതിയ മാർഗരേഖ വേണമെന്നും സെക്രട്ടറി രാജമാണിക്യത്തിന്റെ ശുപാർശ. UAE-യിൽ 50 കുട്ടികളിൽ ഒരാൾ വീതം ഡിജിറ്റൽ ഐഡന്റിറ്റി മോഷണത്തിന് ഇരയാകുന്നുണ്ടെന്ന് സൈബർ സെക്യൂരിറ്റി കൗൺസിൽ. പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഓൺലൈനിൽ കടുത്ത ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. രാജ്യത്ത് 15 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സാമൂഹ്യ മാധ്യമ ഉപയോഗം പരിമിതപ്പെടുത്തുന്ന പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് UAE. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വിദ്യാഭ്യാസത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയ സാഹചര്യത്തിൽ സ്കൂൾ തുറക്കുന്ന വേളയിൽ തന്നെ വിദ്യാർത്ഥികൾ സ്വന്തം അക്കൗണ്ടുകളുടെയും ഉപകരണങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കണം എന്നാണ് അധികൃതരുടെ നിർദ്ദേശം. രാജ്യത്തെ ഓരോ 50 കുട്ടികളിൽ ഒരാൾ വീതം ഡിജിറ്റൽ ഐഡന്റിറ്റി മോഷണത്തിന് ഇരയാകുന്നുണ്ട് എന്നും UAE സൈബർ സെക്യൂരിറ്റി കൗൺസിൽ അറിയിച്ചു. ഫിഷിംഗ് തട്ടിപ്പുകൾക്കെതിരെ സൂക്ഷ്മത പുലർത്തണം. അനാവശ്യ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് എന്നും കൗൺസിൽ നിർദ്ദേശിച്ചു. സ്കൂൾ വിദ്യാഭ്യാസ അക്കൗണ്ടുകൾക്ക് എളുപ്പത്തിൽ ഊഹിക്കാൻ കഴിയാത്ത പാസ്വേഡുകൾ നൽകണം. കൂടുതൽ സംരക്ഷണത്തിനായി 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ സജീവമാക്കണം. ഫോൺ, ടാബ്, ലാപ്ടോപ്പ് എന്നിവ നഷ്ടപ്പെട്ടാലോ മോഷ്ടിക്കപ്പെട്ടാലോ ഡാറ്റ സുരക്ഷിതമായിരിക്കാൻ സ്ക്രീൻ ലോക്കുകൾ നിർബന്ധമാക്കണം. ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മാത്രം സോഫ്റ്റ്വെയറുകൾ ഡൗൺലോഡ് ചെയ്യണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. അതേസമയം അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം പരിമിതപ്പെടുത്തുന്ന പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാൻ വിദ്യാഭ്യാസ മേഖല ഒരുങ്ങുകയാണ്. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം, പഠനത്തിലെ ഏകാഗ്രത, സാമൂഹിക ബന്ധങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താൻ ഈ നീക്കം സഹായിക്കും എന്ന് മാനസികാരോഗ്യ വിദ്യാഭ്യാസ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ സ്വദേശി സ്ത്രീകളെ അപമാനിച്ച വിദേശ വനിതയ്ക്കെതിരെ കർശന നടപടിയുമായി UAE നാഷണൽ മീഡിയ അതോറിറ്റി. അപമാനിക്കുന്ന രീതിയിൽ ഉള്ളടക്കം പ്രചരിപ്പിച്ചതിനാണ് നടപടി. രാജ്യത്തെ മാധ്യമ നിയമങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും വിരുദ്ധമായി പെരുമാറിയതിനെ തുടർന്നാണ് അധികൃതർ ഇടപെട്ടത്. രാജ്യത്തെ മാധ്യമ ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കാൻ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ടെന്നും അത് ലംഘിക്കുന്ന കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ അനുവദിക്കില്ല എന്നും UAE നാഷണൽ മീഡിയ അതോറിറ്റി പ്രസ്താവനയിൽ വ്യക്തമാക്കി. എമിറാത്തി സ്ത്രീകളുടെ അന്തസ്സിനെയോ സമൂഹത്തിൽ അവരുടെ സ്ഥാനത്തെയോ രാജ്യത്തിന് അവർ നൽകുന്ന സംഭാവനകളെയോ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഉള്ളടക്കവും അംഗീകരിക്കില്ല എന്ന് അതോറിറ്റി കർശന മുന്നറിയിപ്പ് നൽകി. നടപടി നേരിട്ട വിദേശ വനിതയുടെ പരസ്യ പെർമിറ്റ് 3 മാസത്തേക്ക് അതോറിറ്റി സസ്പെൻഡ് ചെയ്തു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്ന് അതോറിറ്റി അഭ്യർത്ഥിച്ചു. UAEയുടെ പരമ്പരാഗതമായ സാമൂഹ്യ മൂല്യങ്ങളും ദേശീയ സ്വഭാവവും ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലാകണം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെ ഇടപെടലുകൾ. അതിരുകടക്കുന്ന പെരുമാറ്റങ്ങൾ വച്ചുപുറപ്പിക്കില്ല എന്നും അധികൃതർ വ്യക്തമാക്കി. രാജ്യത്തെ പൌരന്മാരുടെയോ നിവാസികളുടെയോ സാമൂഹിക വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുന്നവർക്കെതിരെ UAE മാധ്യമ നിയമപ്രകാരം വരും ദിവസങ്ങളിലും കർശന നടപടികൾ തുടരുമെന്ന് മീഡിയ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ ഇടങ്ങളിൽ സമാധാനവും പരസ്പര ബഹുമാനവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. അമൃത ന്യൂസ്, അബുദാബി.
യമൻ സൊമാലിയ തീരങ്ങളിൽ 2 കപ്പലുകൾ കടൽക്കൊള്ളക്കാർ റാഞ്ചി. കപ്പൽ ജീവനക്കാരെ ബന്ദികളാക്കിയതായാണ് റിപ്പോർട്ട്. ഇവരിൽ 22 പേർ ഇന്ത്യക്കാരാണ്. തുർക്കി സൈന്യത്തിനായുള്ള ആയുധങ്ങളുമായി പോയ കാമറൂൺ പതാകയുള്ള ചരക്ക് കപ്പലാണ് സൊമാലിയൻ തീരത്ത് റാഞ്ചിയത്. കപ്പലിൽ 10ഓളം ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 6 പേർ ഇന്ത്യക്കാരാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവം. MT സിബു എന്ന കപ്പലിൽ 16 ഇന്ത്യക്കാരാണ് ഉള്ളത്. അടിയന്തര ജീവൻ രക്ഷാ സഹായത്തിനായി പുതിയ സ്മാർട്ട് ആംബുലൻസുകൾ സജ്ജമാക്കി അബുദാബി ആരോഗ്യ വകുപ്പ്. പ്രസവാവശ്യങ്ങൾക്കും അമിത ഭാരമുള്ളവർക്കും പ്രത്യേക പരിചരണം ഉറപ്പാക്കാൻ അത്യാധുനിക സംവിധാനങ്ങൾ ആംബുലൻസിലുണ്ട്. അബുദാബി സിവിൽ ഡിഫൻസുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. നിർണായക ഘട്ടങ്ങളിൽ രോഗികളുടെ പ്രത്യേക ആവശ്യങ്ങൾ മനസ്സിലാക്കി വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുകയാണ് സ്മാർട്ട് ആംബുലൻസുകൾ സജ്ജമാക്കിയതിലൂടെ അബുദാബി ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത്. ഇതോടൊപ്പം എമിറേറ്റിലെ എമർജൻസി ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ വിവരങ്ങൾ സമഗ്രമായി നിരീക്ഷിക്കുന്ന എമർജൻസി മെഡിക്കൽ ഓപ്പറേഷൻ സെന്ററും പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. ആംബുലൻസുകൾ, ആശുപത്രികളിലെ കിടക്കകളുടെ ലഭ്യത, അത്യാഹിത വിഭാഗങ്ങളുടെ പ്രവർത്തനം, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എന്നിവ തത്സമയം ഈ കേന്ദ്രത്തിൽ ലഭിക്കും. പുതിയ സംവിധാനത്തിലൂടെ ഹൃദയാഘാത കേസുകളിലെ അടിയന്തര ഇടപെടൽ സമയം 49.5% കുറയ്ക്കാൻ സാധിച്ചുവെന്ന് അബുദാബി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ ഡോക്ടർ സലാം അൽ തമീമി വ്യക്തമാക്കി. സാധാരണ ആംബുലൻസുകളിൽ കൊണ്ടുപോകാൻ സാധിക്കാത്ത അത്യാസന്ന നിലയിലുള്ള രോഗികൾക്കായി മൊബൈൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റും തയ്യാറാണ്. അൾട്രാസൗണ്ട്, ഇൻഫ്യൂഷൻ പമ്പ്, ECG, അഡ്വാൻസ്ഡ് വെന്റിലേറ്റർ സൗകര്യങ്ങളും വലിയ സ്ഥല സൗകര്യവും ഇതിനുണ്ട്. 2024 ഡിസംബറിലാണ് അബുദാബി അത്യാധുനിക കമാൻഡ് സെന്ററിന് തുടക്കമിട്ടത്. ഇതിലൂടെ അടിയന്തര ഫോൺ കോൾ വരുന്നത് മുതൽ ആശുപത്രിയിൽ എത്തിക്കുന്നതുവരെ രോഗിയുടെ മുഴുവൻ വിവരങ്ങളും ഡിജിറ്റൽ സ്ക്രീനുകളിൽ തത്സമയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അമൃത ന്യൂസ്, അബുദാബി. ഷാർജയിലെ ബസ്സുകളിലും ടാക്സികളിലും AI ക്യാമറകൾ ഘടിപ്പിച്ച് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. പൊതുഗതാഗത സംവിധാനങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഇതോടെ ഡ്രൈവർമാരുടെ പെരുമാറ്റവും യാത്രക്കാരുടെ നീക്കങ്ങളും കൃത്യമായി നിരീക്ഷിക്കാൻ സാധിക്കും. ഷാർജയിൽ നിന്ന് നഗരത്തിന് പുറത്തേക്ക് സർവീസ് നടത്തുന്ന ഇന്റർസിറ്റി ബസ്സുകളിൽ 10 AI ക്യാമറകൾ വീതവും ടാക്സികളിൽ 5 ക്യാമറകൾ വീതവുമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. വാഹനങ്ങളുടെ അകത്തും പുറത്തുമായി ക്രമീകരിച്ചിരിക്കുന്ന ഈ ക്യാമറകൾ റോഡിലെ സാഹചര്യങ്ങളും ഡ്രൈവർമാരുടെ പെരുമാറ്റവും യാത്രക്കാരുടെ നീക്കങ്ങളും കൃത്യമായി നിരീക്ഷിക്കും. റോഡിലെ തടസ്സങ്ങളും കാൽനട യാത്രക്കാരെയും വശങ്ങളിലൂടെയുള്ള ഓവർടേക്കിംഗും വേഗത്തിൽ തിരിച്ചറിയാൻ അത്യാധുനിക സംവിധാനത്തിന് സാധിക്കും. ഡ്രൈവർമാരുടെ ശ്രദ്ധക്കുറവ് നിരീക്ഷിക്കുന്നതോടൊപ്പം അപകടങ്ങൾ ഉണ്ടായാൽ ഉടൻ അധികൃതർക്ക് തത്സമയ വിവരം നൽകാനും ഇവയ്ക്ക് കഴിയും. ബസ്സുകളിലെ യാത്രക്കാരുടെ എണ്ണം നിർണ്ണയിക്കാനും യാത്രക്കാർ വാഹനങ്ങളിൽ മറന്നുവെക്കുന്ന സാധനങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്താനും സ്മാർട്ട് ക്യാമറകൾ സഹായിക്കും. രാജ്യാന്തര നിലവാരത്തിലുള്ള സുരക്ഷിതമായ ഗതാഗത സംവിധാനം പടുത്തുയർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടിയെന്ന് SRTA ചെയർമാൻ യൂസുഫ് ഖമീസ് അൽ ഉസ്മാനി വ്യക്തമാക്കി. അപകടങ്ങളോട് വേഗത്തിൽ പ്രതികരിക്കാനും യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാനും AI സാങ്കേതികവിദ്യ ഉപകരിക്കുമെന്ന് ഗതാഗത വിഭാഗം ഡയറക്ടറും വിശദീകരിച്ചു. അമൃത ന്യൂസ്, ഷാർജ. കുവൈറ്റിൽ റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിനുമായി നടപ്പാക്കിയ സിഗ്നലുകളിലെ ഇലക്ട്രോണിക് ഫ്ലഷിംഗ് സംവിധാനം വിജയകരമാണെന്ന് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ്. യാത്രക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനും ട്രാഫിക് ലൈറ്റുകൾ മാറുന്നതിനു മുന്നോടിയായി ഡ്രൈവർമാർക്ക് കൃത്യമായ ഇലക്ട്രോണിക് മുന്നറിയിപ്പ് നൽകുന്നതിനുമായാണ് സംവിധാനം നടപ്പിലാക്കിയതെന്ന് ട്രാഫിക് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫീസർ മേജർ എഞ്ചിനീയർ മുഹമ്മദ് അൽഗാനി പറഞ്ഞു. കഴിഞ്ഞ 10-ാം തീയതി മുതലാണ് പ്രധാനപ്പെട്ട സിഗ്നലുകളിൽ പുതിയ ഫ്ലാഷിംഗ് സംവിധാനം ഏർപ്പെടുത്തിയത്. രാജ്യത്തെ എല്ലാ സിഗ്നലുകളിലേക്കും ഈ സംവിധാനം വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ട്രാഫിക് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫീസർ കൂട്ടിച്ചേർത്തു. കുവൈറ്റിലെ പച്ചക്കറി മാർക്കറ്റിൽ സ്വദേശിയുമായി ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് ഏഷ്യക്കാരായ 2 പ്രവാസികളെ ജഹ്റ സുരക്ഷാ വിഭാഗം നാടുകടത്തൽ വിഭാഗത്തിന് കൈമാറി. സാധനങ്ങൾ വാങ്ങാനെത്തിയ സ്വദേശിയും ഒരു വിൽപ്പനക്കാരനും തമ്മിൽ അധിക വിലയെക്കുറിച്ച് വാക്കുതർക്കമുണ്ടായതാണ് സംഭവത്തിന്റെ തുടക്കം. വിൽപ്പനക്കാരനും മറ്റൊരാളും ചേർന്ന് തന്നെ ആക്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്തതായി സ്വദേശി ആഭ്യന്തര മന്ത്രാലയത്തിന് അടിയന്തര സേവന വിഭാഗത്തിൽ പരാതി നൽകി. വിവരം ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഏഷ്യക്കാരായ 2 പേരെയും കസ്റ്റഡിയിലെടുക്കുകയും പരാതിക്കാരനോട് സ്റ്റേഷനിലെത്തി മൊഴി നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അന്വേഷണത്തിനിടെ തങ്ങൾ 2 പേരെയും സ്വദേശിയാണ് മർദ്ദിച്ചതെന്ന് 2 പ്രവാസികളും അവകാശപ്പെട്ടു. എന്നാൽ അന്വേഷണത്തിലും തെളിവെടുപ്പിലും പ്രവാസികളുടെ ആരോപണം ശരിയല്ലെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇരുവരെയും നാടുകടത്തൽ വിഭാഗത്തിന് കൈമാറിയത്. സംഘർഷങ്ങളിൽ ഏർപ്പെടുന്ന പ്രവാസികളെ നാടുകടത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകി.
കുവൈറ്റിൽ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് പ്രഖ്യാപിച്ച പ്രത്യേക വിസ ഇളവുകൾ അവസാനിപ്പിച്ചു. സാധാരണ നിയമങ്ങൾ സെപ്റ്റംബർ 1 മുതൽ പുനഃസ്ഥാപിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2026 സെപ്റ്റംബർ 1 മുതൽ പ്രവേശന വിസകളുടെയും രാജ്യത്തിന് പുറത്തുള്ള താമസക്കാരുടെ ലീവ് പെർമിറ്റുകളുടെയും സാധാരണ കാലാവധികളും ചട്ടങ്ങളും വീണ്ടും പ്രാബല്യത്തിൽ വരും. നിലവിൽ കുവൈറ്റിൽ സന്ദർശക വിസയിൽ കഴിയുന്ന എല്ലാവർക്കും സ്വമേധയാ നൽകിയിരിക്കുന്ന അധിക കാലാവധി അവസാനിക്കും. കുവൈറ്റിന് പുറത്തുള്ള താമസക്കാർക്കായുള്ള ലീവ് പെർമിറ്റുകളുടെ സാധാരണ കാലാവധിയും പുനഃസ്ഥാപിക്കും. എന്നാൽ 2026 ഓഗസ്റ്റ് 31 അതിനു മുമ്പോ കുവൈറ്റിൽ നിന്ന് പുറപ്പെട്ടവർക്ക് നിലവിലുള്ള പ്രത്യേക അധിക കാലാവധി ബാധകമായിരിക്കും. സഹൽ ആപ്ലിക്കേഷൻ വഴി ലഭിക്കുന്ന റെസിഡൻസി പെർമിറ്റ് സർട്ടിഫിക്കറ്റ് തന്നെയാണ് ലീവ് പെർമിറ്റിന്റെ അവസാന തീയതി നിർണ്ണയിക്കുന്നതിനുള്ള ഔദ്യോഗിക രേഖയായി കണക്കാക്കുക. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിലെ അർഹരായ ജീവനക്കാർക്ക് വിതരണം ചെയ്യുന്നതിനായി 12.5 ബില്യൺ കുവൈറ്റി ദിനാറിന്റെ എക്സലൻസ് ബോണസ് അനുവദിച്ചതായി റിപ്പോർട്ട്. ജീവനക്കാരുടെ ജോലി, പദവി, ഉത്തരവാദിത്വം, ഭരണപരമായ സ്ഥാനം എന്നിവ അനുസരിച്ച് 400 ദിനാർ മുതൽ 1500 ദിനാർ വരെ ബോണസ് ലഭിക്കുമെന്നാണ് അറിയിപ്പ്. മന്ത്രാലയത്തിലെ വിവിധ പ്രൊഫഷണൽ, മെഡിക്കൽ, സാങ്കേതിക, ഭരണ വിഭാഗങ്ങളിലെ ജീവനക്കാർക്കായി വ്യത്യസ്ത നിരക്കുകളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഡോക്ടർമാർ, കൺസൾട്ടന്റുമാർ, വിവിധ ഭരണ വിഭാഗങ്ങളിലെ ഡയറക്ടർമാർ എന്നിവർക്ക് 1500 ദിനാർ വരെ ലഭിക്കും. ഫാർമസിസ്റ്റുകൾ, സാങ്കേതിക വിദഗ്ധർ, സൂപ്പർവൈസറി വിഭാഗങ്ങളിലെ ജീവനക്കാർക്ക് 1300 ദിനാർ ലഭിക്കുന്ന തരത്തിലാണ് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം വിഭാഗ മേധാവികൾക്കും നഴ്സിംഗ് മേഖലയിലെ ചില ചുമതലക്കാർക്കും 1000 ദിനാർ, അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർക്ക് 800 ദിനാർ, സഹായക സാങ്കേതിക വിഭാഗങ്ങളിലെ ജീവനക്കാർക്ക് 400 ദിനാർ എന്നിങ്ങനെയാണ് ബോണസ് നിരക്കുകൾ. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കിടെ രാജ്യത്ത് ഭീകരാക്രമണം നടത്താൻ യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ വഴി പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഷെഹ്സാദ് ഭട്ടി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട നിരവധി അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. രാജ്യത്തെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളുടെയും പ്രതിരോധ സ്ഥാപനങ്ങളുടെയും ദൃശ്യങ്ങൾ പകർത്തി പാകിസ്ഥാനിലേക്ക് അയച്ചതായും കണ്ടെത്തി. കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും സ്ഫോടനം നടത്താൻ ഗൂഢാലോചന നടത്തിയിരുന്നതായാണ് റിപ്പോർട്ട്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കിടയിൽ രാജ്യത്ത് ഭീകരാക്രമണം നടത്താൻ ആസൂത്രണം ചെയ്ത 253 പേരെ നേരത്തെ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലൂടെ പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായക വിവരങ്ങളാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത്. പാകിസ്ഥാൻ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഷെഹ്സാദ് ഭാട്ടി ഭീകര സംഘമാണ് യുവാക്കളെ റിക്രൂട്ട് ചെയ്തത്. വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി പണം വാഗ്ദാനം ചെയ്തും മറ്റ് പ്രലോഭനങ്ങളിലൂടെയുമാണ് റിക്രൂട്ട്മെന്റ് നടത്തിയത്. യുവാക്കളെ ആകർഷിക്കാൻ ഷെഹ്സാദ് ഭാട്ടി ഗ്രൂപ്പിലുള്ളവർ ആഡംബര ജീവിതം നയിക്കുന്നതും ആയുധങ്ങൾ ഉപയോഗിക്കുന്നതും ഉൾപ്പെടെയുള്ള റീൽസുകളാണ് ഇത്തരം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. ഇതിനോടകം നിരവധി അക്കൗണ്ടുകൾ സുരക്ഷാ സേനയുടെ നിർദ്ദേശപ്രകാരം മരവിപ്പിച്ചു. രാജ്യത്ത് വിവിധ ആരാധനാലയങ്ങൾ, പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെയും ദൃശ്യങ്ങൾ പാകിസ്ഥാനിലേക്ക് അയച്ചു നൽകിയതായി പിടിയിലായവരുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ പരിശോധിച്ചതിൽ വ്യക്തമായി. കേരളത്തിൽ നിന്നുള്ള 2 പേരെയും സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു. കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും സ്ഫോടനത്തിന് ഗൂഢാലോചന നടത്തിയതായാണ് റിപ്പോർട്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളുടെയും ആസ്തി മൂല്യം തിട്ടപ്പെടുത്താൻ സർക്കാർ. ക്ഷേത്രങ്ങളിലെ സ്വർണത്തിന്റെ വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യണമെന്ന് ദേവസ്വം സെക്രട്ടറി ഡോക്ടർ എം ജി രാജമാണിക്യം മന്ത്രി കെ മുരളീധരന് നൽകിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു. ക്ഷേത്ര മുതലുകളിൽ സ്വർണം പൂശുന്നതിനും പൊതിയുന്നതിനും പുതിയ മാർഗരേഖ കൊണ്ടുവരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ക്ഷേത്രങ്ങളിൽ പുതിയ സ്വർണം സ്വീകരിക്കുമ്പോഴോ അവ സുരക്ഷിതമായി സ്ട്രോങ് റൂമിലേക്ക് മാറ്റുമ്പോഴോ അതിനുള്ള ഡിജിറ്റൽ രേഖകൾ സൂക്ഷിക്കുന്നത് നിർബന്ധമാക്കണമെന്നാണ് പുതിയ ശുപാർശ. എല്ലാ ദേവസ്വങ്ങളിലും ഈ നവീന സംവിധാനം എത്രയും പെട്ടെന്ന് നടപ്പാക്കണം. കൂടാതെ ക്ഷേത്രങ്ങളിലെ തിരുവാഭരണങ്ങളിലും മറ്റ് വസ്തുക്കളിലും സ്വർണം പൂശുന്നതിനും പൊതിയുന്നതിനുമായി തികച്ചും സുതാര്യമായ പുതിയ മാർഗരേഖ രൂപീകരിക്കണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിലുള്ള ലോഹത്തിന്റെ അളവ്, തൂക്കം, പഴക്കം എന്നിവ ഡിജിറ്റലൈസ് ചെയ്യണമെന്നും സ്വർണം പൊതിയുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ഭാരനിർണയത്തിന് ശേഷം പണം കൈമാറിയാൽ മതിയെന്നും ദേവസ്വം സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഓരോ ദേവസ്വം ബോർഡിന് കീഴിലുമുള്ള ക്ഷേത്രങ്ങളുടെ ആസ്തി സംബന്ധിച്ച വിശദമായ കണക്ക് ശേഖരിച്ച റിപ്പോർട്ട് തയ്യാറാക്കും. സ്വർണം, വെള്ളി ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ, ഭൂമി, കെട്ടിടങ്ങൾ, മറ്റ് സ്ഥിരജംഗമ ആസ്തികൾ എന്നിവയുടെ നിലവിലെ മൂല്യം തിട്ടപ്പെടുത്തും. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ ദേവസ്വം ക്ഷേത്രങ്ങളുടെ ആകെ ആസ്തി മൂല്യം സംബന്ധിച്ച സമഗ്ര റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാനാണ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെയും എ അജികുമാറിന്റെയും ജാമ്യാപേക്ഷയിൽ വിജിലൻസ് കോടതി നാളെ വിധി പറയും. ഇരുവർക്കുമെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നും ജാമ്യം അനുവദിക്കരുതെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. അതേസമയം ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്.
2019 ശബരിമല സ്വർണ്ണ കവർച്ചയുമായി PS പ്രശാന്തിനും A അജികുമാറിനും ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുന്ന തെളിവുകളാണ് ജാമ്യാപേക്ഷയുടെ വിചാരണവേളയിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇരുവരുടെയും ബന്ധത്തിലെ ദുരൂഹത, ഫോൺ രേഖകൾ, നേരിട്ടുള്ള ബന്ധം, ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാൻ നൽകിയ അനുമതി തുടങ്ങി നിരവധി കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത്. സ്വർണം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് വ്യാജ കരാർ തയ്യാറാക്കിയതിലും പ്രതികൾക്ക് പങ്കുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. 2025 സ്വർണ്ണക്കവർച്ച മൂടിവെക്കാൻ ശ്രമം നടന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജൂലൈ 23 പ്രത്യേക അന്വേഷണ സംഘം ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത അന്വേഷണ സംഘം പ്രതികൾക്കെതിരെ കൂടുതൽ തെളിവുകളും ശേഖരിച്ചു. നിലവിൽ ഇരുവരും റിമാൻഡിലാണ്. ഓഗസ്റ്റ് 19 വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ സെപ്റ്റംബർ 1 വരെയാണ് റിമാൻഡ് ചെയ്തത്. ഇതിനിടെയാണ് ജാമ്യാപേക്ഷയിലും വാദം പൂർത്തിയായത്. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നും ജാമ്യം അനുവദിക്കരുതെന്നുമാണ് പ്രോസിക്യൂഷൻ നിലപാട്. എന്നാൽ ഗൂഢാലോചനയിൽ പങ്കില്ലെന്നും റിമാൻഡിൽ കഴിയുന്നതിനിടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം ജാമ്യം തേടിയത്. ഇരുവിഭാഗത്തിന്റെയും വാദം കേട്ട ശേഷമാണ് വിജിലൻസ് കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. രാഹുൽ ഗാന്ധി നടത്തിയ മിന്നൽ സമരം ഫലം കണ്ടു. CJP സമരത്തിനിടെ സഹലിന് നേരെയുള്ള പെല്ലറ്റ് ആക്രമണത്തിൽ പോലീസ് കേസെടുക്കും. വകുപ്പുകൾ പിന്നീട് ചേർക്കും. പരിക്കേറ്റ വിദ്യാർത്ഥിക്കൊപ്പം പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തിയ രാഹുൽ ഗാന്ധി കുത്തിയിരുന്നാണ് പ്രതിഷേധിച്ചത്. വിദ്യാർത്ഥി സമരത്തിലെ സംഘർഷം അന്വേഷിക്കാൻ സുപ്രീംകോടതി ഉന്നതാധികാര സമിതിയെ നിയമിച്ചിട്ടും രാഹുൽ നടത്തുന്ന പ്രതിഷേധം അപഹാസ്യമാണെന്ന് BJP പ്രതികരിച്ചു. ഡൽഹിയിലെ മന്ദിർമാർഗ് പോലീസ് സ്റ്റേഷനിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പെല്ലറ്റ് ഗൺ ഉപയോഗത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുമായി എത്തിയത്. പിന്നീട് DCPയെ കാണുന്നതിനായി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി. ജൂലൈ 20 ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പെല്ലറ്റ് ഗൺ ഉപയോഗത്തിൽ പരിക്കേറ്റ സാഹിലിന്റെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു ആവശ്യം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മറ്റ് മുതിർന്ന നേതാക്കളും പോലീസ് സ്റ്റേഷന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധം ആരംഭിച്ചു. നേരത്തെ പരാതി എഴുതി നൽകിയിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും അമിത്ഷായുടെ കീഴിലുള്ള ആഭ്യന്തര മന്ത്രാലയവും ഡൽഹി പോലീസും നീതി നിഷേധിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. एम्स की रिपोर्ट मगर क्राइम तो हुआ है क्योंकि इनके शरीर में चल रहे हैं. हम सिर्फ ये कह रहे हैं कि FIR दर्ज कीजिए. അതേസമയം രാഹുലിന്റെ പ്രതിഷേധം അപഹാസ്യവും മാധ്യമശ്രദ്ധ നേടാനുള്ള നീക്കമാണെന്നും BJP വിമർശിച്ചു. ജൂലൈ 20 നടന്ന സംഭവങ്ങളിൽ പോലീസ് ഇതിനോടകം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. വിദ്യാർത്ഥി സമരത്തിലുണ്ടായ സംഘർഷം അന്വേഷിക്കാൻ സുപ്രീം കോടതി ഇന്നലെയാണ് ഉന്നതാധികാര സമിതിയെ രൂപീകരിച്ചതെന്നും അന്വേഷണം കഴിയുന്നതുവരെ കാത്തിരിക്കാതെയുള്ള രാഹുലിന്റെ പ്രതിഷേധം അരാഷ്ട്രീയമാണെന്നും JP നദ്ദ കുറ്റപ്പെടുത്തി. राहुल गांधी जी का आज का यह धरना न तो छात्रों के लिए है और न ही न्याय के लिए है. यह कांग्रेस पार्टी की राजनीतिक हताशा का प्रतीक है. വന്ദേമാതരം വിവാദത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ആസൂത്രിത നീക്കമാണ് രാഹുൽ നടത്തിയതെന്നും JP നദ്ദ പറഞ്ഞു. വന്ദേമാതരത്തെ അപമാനിച്ചതിൽ കോൺഗ്രസ് കടുത്ത വിമർശനം നേരിടുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിൽ പ്രതികൾക്ക് വീണ്ടും തിരിച്ചടി. കേസ് പരിഗണിക്കാൻ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിക്ക് അധികാരമില്ലെന്ന പ്രതികളുടെ വാദം കോടതി തള്ളി. ഈ മാസം 31 പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. മുട്ടിൽ മരമുറി വഞ്ചന കേസ് പരിഗണിക്കാൻ ചോറ്റാനിക്കര കോടതിക്ക് അധികാരമില്ലെന്ന പ്രതികളുടെ വാദം കോടതി തള്ളിയിരിക്കുകയാണ്. കേസ് പരിഗണിക്കാൻ പൂർണ്ണ അധികാരമുണ്ടെന്ന് വ്യക്തമാക്കിയ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി ഈ മാസം 31 പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ ഉത്തരവിട്ടു. കേസിലെ 1-ാം പ്രതി നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം പ്രതികളായ ആന്റോ അഗസ്റ്റിൻ, ജോസ്കുട്ടി അഗസ്റ്റിൻ എന്നിവരുടെ അപേക്ഷ പരിഗണിച്ച് 2 പേർക്കും വീഡിയോ കോൺഫറൻസിംഗ് വഴി 31 ഹാജരാകാൻ കോടതി അനുവാദം നൽകി. വഞ്ചന കുറ്റവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. വനം വകുപ്പിന്റെ പെർമിറ്റ് ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അനധികൃതമായി മുറിച്ചു കടത്തിയ മരങ്ങൾ അമ്പലമേട്ടിലെ മരക്കമ്പനി ഉടമയ്ക്ക് വിറ്റഴിച്ച് വിശ്വാസവഞ്ചന നടത്തിയെന്നാണ് കേസ്. അമ്പലമേട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വഞ്ചനാ കുറ്റം നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അഗസ്റ്റിൻ സഹോദരന്മാരുടെ ഹർജി. എന്നാൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ ആവശ്യം തള്ളി. അമൃത ന്യൂസ്, കൊച്ചി. മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞ് നികുതി വെട്ടിപ്പ് നടത്തിയ കേസിലെ അന്വേഷണ റിപ്പോർട്ട് ഉടൻ മുഖ്യമന്ത്രിക്ക് കൈമാറും. GSTയുടെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണ റിപ്പോർട്ട് GST കമ്മീഷണർക്ക് സമർപ്പിച്ചു. റിപ്പോർട്ട് ലഭിച്ചാൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. തട്ടിപ്പിൽ കൂടുതൽ അന്വേഷണവും നടക്കും.
മെസ്സിയെയും കൂട്ടരെയും കേരളത്തിലെത്തിക്കാമെന്ന പേരിൽ 126 കോടി രൂപയാണ് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വിദേശത്തേക്ക് അയച്ചത്. ഇതുപ്രകാരം 22 കോടിയോളം രൂപ GST ആയി അടയ്ക്കേണ്ടതുണ്ട്. എന്നാൽ അതു നൽകിയില്ല. കാഞ്ഞങ്ങാട് GST ഇന്റലിജൻസ് ഓഫീസറാണ് ഇത് സംബന്ധിച്ച ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ LDF സർക്കാർ ഇദ്ദേഹത്തെ സ്ഥലം മാറ്റി. GST വിജിലൻസ് ഓഫീസറായി മറ്റൊരാളെത്തി സമൻസ് അയച്ചെങ്കിലും സ്പോൺസർമാർ ഹാജരായില്ല. തുടർന്ന് ഇത് സംബന്ധിച്ച് സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഇപ്പോൾ നടന്ന SIT അന്വേഷണത്തിൽ നികുതി ഈടാക്കാത്തതിൽ 3 ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ വീഴ്ച കണ്ടെത്തി ചാർജ് മെമ്മോ നൽകിയിട്ടുണ്ട്. ഒരു ഉദ്യോഗസ്ഥൻ കൂടി തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ. അതേസമയം അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് GST കമ്മീഷണർക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. വിവിധ ആളുകളെ ചോദ്യം ചെയ്യുകയും മൊഴികൾ രേഖപ്പെടുത്തുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് ഉടൻ മുഖ്യമന്ത്രിക്ക് കൈമാറും. റിപ്പോർട്ട് ലഭിച്ചാലുടൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയും അറിയിച്ചു. അത് പരിഗണന കിട്ടിയിട്ടുണ്ട്. അതൊരു തീരുമാനം സർക്കാർ എടുത്തിട്ട് നിങ്ങൾ അറിയിക്കും. എപ്പോഴാണ് ഉണ്ടാവുക സർ? അത് ഉടനെ തന്നെ ഉണ്ടാവും, താമസിക്കില്ല. അതുപോലെ തന്നെ ഞാൻ സ്ഥലത്തില്ലായിരുന്നോണ്ടാണ്. വലിയ ചർച്ചയായി മാറിയ തട്ടിപ്പിൽ GST മാത്രമല്ല ആദായ നികുതിയിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണവും ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തെന്നിന്ത്യൻ ചലച്ചിത്ര താരം സൗകാർ ജാനകി അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ ഭാഷകളിലായി 400ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. വിടവാങ്ങിയത് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച പ്രതിഭ. വൈവിധ്യമാർന്ന വേഷങ്ങളിലൂടെ ആരാധകർക്ക് പ്രിയങ്കരിയായിരുന്നു സൗകാർ ജാനകി. 1955 പുറത്തിറങ്ങിയ സൗകാർ എന്ന തെലുങ്കു ചിത്രത്തിലെ ശ്രദ്ധേയമായ വേഷത്തിന് ശേഷമാണ് സൗകാർ ജാനകി എന്ന പേര് ലഭിച്ചത്. പതിറ്റാണ്ടുകൾ നീണ്ട അഭിനയ ജീവിതത്തിൽ ഇന്ത്യൻ സിനിമയിലെ പ്രമുഖരായ താരങ്ങൾക്കൊപ്പം എല്ലാം സൗകാർ ജാനകി പ്രവർത്തിച്ചിട്ടുണ്ട്. 1931 ജനിച്ച സൗകാർ ജാനകി 1950 LV പ്രസാദ് സംവിധാനം ചെയ്ത തെലുങ്ക് ചിത്രമായ ഷാവുകരുവിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് എത്തിയത്. 52 വലയപതി എന്ന ചിത്രത്തിലൂടെ തമിഴിൽ അരങ്ങേറ്റം കുറിച്ചു. 64 പുറത്തിറങ്ങിയ സ്കൂൾ മാസ്റ്ററിലൂടെ മലയാളത്തിലേക്ക്. പപ്പു എന്ന ചിത്രത്തിലും ശ്രദ്ധേയമായ വേഷത്തിലെത്തി. സൂര്യമാനസം എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച പുട്ടുറുമീസ് എന്ന കഥാപാത്രത്തിന്റെ അമ്മയായി എത്തിയതോടെ മലയാളികൾക്ക് സൗകാർ ജാനകി പ്രിയങ്കരിയായി. സിനിമാ രംഗത്ത് നീണ്ട കരിയറിന് ശേഷം 1991 തമിഴിൽ ദൂരദർശൻ സംപ്രേഷണം ചെയ്ത ഊരറിന്ത രഹസ്യം എന്ന പരമ്പരയിലൂടെ ജാനകി ടെലിവിഷൻ രംഗത്തേക്കുമെത്തി. സിനിമയിലെ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. 3000-ലധികം സ്റ്റേജ് നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV. വിദ്യാഭ്യാസം രാജ്യ പുരോഗതിക്കായി ഉപയോഗിക്കണമെന്ന് നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യാനോഗ്രാഫിക് ലബോറട്ടറി ഡയറക്ടർ ഡോക്ടർ ദുവൂരി ശേഷഗിരി. അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസിന്റെ 28ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിപാടിയിൽ മാതാമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ വിവിധ വകുപ്പുകളിൽ നിന്നായി 543 പേർ ബിരുദവും 22 പേർ ഡോക്ടറൽ ബിരുദവും സ്വീകരിച്ചു. വിദ്യാഭ്യാസത്തിലൂടെ നേടിയ അറിവും കഴിവുകളും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും പുരോഗതിക്കായി വിനിയോഗിക്കാനുള്ള ഉത്തരവാദിത്വം പുതിയ തലമുറ ഏറ്റെടുക്കണമെന്ന് നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യാനോഗ്രാഫിക് ലാബോറട്ടറി ഡയറക്ടർ ഡോക്ടർ ദുവൂരി ശേഷഗിരി പറഞ്ഞു. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മൾ കണ്ടെത്തുകയും അതിനായി നിരന്തരം പരിശ്രമിക്കാനുള്ള ആർജവം ഉണ്ടാക്കിയെടുക്കുകയും വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസിന്റെ 28ാമത് ബിരുദദാന ചടങ്ങിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവകലാശാല ചാൻസലർ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതായി വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ വിവിധ വകുപ്പുകളിൽ നിന്നായി 543 പേർ ബിരുദവും 22 പേർ ഡോക്ടറൽ ബിരുദവും സ്വീകരിച്ചു. അമൃത വിശ്വവിദ്യാപീഠം രജിസ്ട്രാർ ഡോക്ടർ വിപിൻ നായർ, അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസ് വൈസ് പ്രിൻസിപ്പളും PGP ചെയറുമായ ഡോക്ടർ P ബാലസുബ്രഹ്മണ്യൻ, സ്കൂൾ ഓഫ് നാനോ സയൻസ് ആൻഡ് മോളിക്കുലർ മെഡിസിൻ ഡീൻ ഡോക്ടർ ശാന്തികുമാർ നായർ, കൊച്ചി ക്യാമ്പസ് ഡീനും ഡയറക്ടറുമായ ഡോക്ടർ U കൃഷ്ണകുമാർ, വൈസ് പ്രിൻസിപ്പൽ K ശ്രീകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മികച്ച വിജയം കൈവരിച്ചവർക്കുള്ള മെഡലുകളുടെയും സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും പരിപാടിയിൽ നടന്നു. അമൃത ന്യൂസ്, കൊച്ചി. പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ ഡബിൾസിൽ മെഡൽ ഉറപ്പിച്ച മലയാളി താരം ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും. 2011 ജ്വാലാകുട്ടയും അശ്വിനി പൊന്നപ്പയും മെഡൽ നേടിയ ശേഷം ആദ്യമായാണ് വനിതാ ഡബിൾസിൽ ഇന്ത്യ മെഡൽ ഉറപ്പാക്കുന്നത്.
ക്വാർട്ടർ ഫൈനലിൽ ചൈനയുടെ ജിയായി ഫാൻ യാങ് ഷൂസിയാൻ സഖ്യത്തെ തകർത്താണ് ഇന്ത്യൻ സംഘം സെമി ഫൈനൽ യോഗ്യത നേടിയത്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം.